SR കറിവേടിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി സ്ട്രോബെറി മിൽക്ക് പുഡിംഗ്. അതിനായി 10 ഗ്രാം ചൈന ഗ്രാസ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ വെള്ളമൊഴിച്ച് 10 മിനിറ്റ് സോക്ക് ചെയ്ത് വെക്കുക. 2 പാക്കറ്റ് പാലാണ് എടുത്തിരിക്കുന്നത്. അത് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. സോക്ക് ചെയ്ത് വെച്ച ചൈന ഗ്രാസ് വേറൊരു പാനിൽ ഒഴിച്ച് കുക്ക് ചെയ്യാൻ വെക്കുക. രണ്ടും ഒരേ സമയം വേണം കുക്ക് ചെയ്തെടുക്കാൻ. പാല് കുറച്ചൊന്ന് ചൂടായി വരുമ്പോൾ മധുരത്തിന് ഞാൻ മിൽക്ക് മെയ്ഡാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു ടിന്ന് ഫുള്ളും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലവണ്ണം ഇളക്കി അലിയിപ്പിച്ചെടുക്കുക. ഇതിലേക്ക് 100 ഗ്രാമിൻ്റെ ഒരു ഫ്രഷ് ക്രീമും ആഡ് ചെയ്ത് കൊടുക്കുക ഫുള്ളും. അതും അത് ഇതേപോലെ നല്ലവണ്ണം അലിയിപ്പിച്ചെടുക്കുക. ഇടയ്ക്ക് ചൈന ഗ്രാസ് ഒന്ന് ശ്രദ്ധിക്കണം. പഞ്ചസാര പോരാത്തതുകൊണ്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ കൂടിയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചൈന ഗ്രാസ് മെൽറ്റ് ആയിട്ടുണ്ട്. ഇത് പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതേപോലെ ഒരു കൈ കൊണ്ട് ഇളക്കുക, മറ്റേ കൈ കൊണ്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. പാല് തിളച്ച് വരരുത്. ഒന്ന് ചൂടായി വരുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യുക. ചൂടോട് കൂടി തന്നെ പുഡിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ചെറുതായി ഒന്ന് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് വെക്കുക. ഒരു 4 മണിക്കൂർ സെറ്റാവാൻ വേണ്ടി. അഞ്ച് സ്ട്രോബെറിയാണ് എടുത്തിരിക്കുന്നത്. അത് ചെറുതാക്കി അരിയുക. എന്നിട്ട് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് പഞ്ചസാരയും ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലവണ്ണം വിളയിച്ചു എടുക്കുക. നമ്മൾ എന്താ പറയുക, അരുവയ്ക്ക് അങ്ങനെ വിളയിച്ചെടുക്കില്ല. ഇതേപോലെ പാനിൽ നിന്ന് ഇത് വിട്ടു പോരുന്ന പരുവത്തിലാവുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യുക. ഇതേപോലെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സ്ട്രോബെറി ക്രഷും ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ചൂടാറിയതിന് ശേഷം ഒരു ബൗളിലേക്ക് ഒഴിച്ച് ഫ്രിഡ്ജിൽ 2 മണിക്കൂറെങ്കിലും തണുപ്പിക്കാൻ വെക്കുക. ഇപ്പം നമ്മുടെ പുഡിംഗ് എല്ലാം സെറ്റായി വന്നിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇതിൻ്റെ മുകളിലേക്ക് സ്ട്രോബെറി മിക്സ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതൊന്ന് ഉണ്ടാക്കി നോക്കി അഭിപ്രായം അറിയിക്കണേ. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക. അപ്പം ഞാനിടുന്ന ഇതേപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. താങ്ക് യു.